നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടയത്തു നിന്ന് വരുന്നവർ പോലും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച കാര്യത്രേ ഉള്ളൂ. നീർക്കാടുകാർക്ക് തൻ്റെ ഇടം ഇല്ലാത്തവരാണോ എന്ന്. അങ്ങോട്ടേക്ക് ഒരു പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടിച്ചു വിടും ഞങ്ങൾ? ഇതെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച കാര്യമാണ്. അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലുള്ള വിദേശത്തുള്ള ആൾക്കാരും എല്ലാം എന്നോട് സപ്പോർട്ട് ചെയ്തു. എടാ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. ഞാൻ ഒരു ദിവസം ലീവിന് വന്നവനാണ്. ഞാനിത് ഒന്നും തീരുമാനിച്ചില്ല. എനിക്ക് വിശ്വസിക്കുന്ന ഒരു 5-6 കൂട്ടുകാരെ ഞാൻ ആഡ് ചെയ്തു. അവരവരുടെ കൂട്ടുകാരെ ആഡ് ചെയ്ത് ഇപ്പോൾ 500 പേരായി ആ ഗ്രൂപ്പിൽ സപ്പോർട്ടായിട്ട്. 500 പേര് അടുത്ത് ആ ഗ്രൂപ്പിലുണ്ട്. എന്തുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഇവർ ചിലപ്പോൾ അവരുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, അല്ലായിരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നൊരു തോന്നലിൽ നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പം ഒരു രാത്രി കൊണ്ട്, അതായത് അങ്ങേയറ്റം പോയി 12 മണിക്കൂർ കൊണ്ട് ആ ഗ്രൂപ്പിൽ ഇപ്പം തന്നെ 490 പേരെങ്ങാണ്ടായി. എല്ലാവർക്കും മനസ്സിൽ പ്രതിഷേധമുണ്ട്. നമ്മുടെ നാട് നശിച്ചു പോയി. നമ്മുടെ നാട് പുറത്ത് നീർക്കാടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അത് നമുക്ക് മാറ്റിയെടുക്കണം. നമ്മുടെ നാട്ടുകാർ പ്രതികരണശേഷി ഉള്ളവരാണെന്ന് അറിയിക്കണം. അതിനുവേണ്ടിയാണ് ഇന്നലെ രാത്രി ഞാൻ പോകേണ്ടവനാണ്. ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് രാത്രി പോവുകയാണ്. എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ല. എനിക്ക് ആരോടും, ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചാണ്. ഇപ്പം ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് മനുഷ്യത്വം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എല്ലാവരെയും കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും കുറവ്. പക്ഷേ എൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്. നമ്മൾ അവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. നീതിക്ക് വേണ്ടി നമുക്ക് പോരാടാം. അത്രയും ഞാൻ പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.